Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M2170 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ M2170 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രിൻ്റർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവർ എഞ്ചിനീയർ വന്നുകൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അടുത്തുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് നിങ്ങളിങ്ങനെ പ്രിൻ്റർ വാങ്ങിയ കാര്യം, നിങ്ങളെ സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം അവർക്ക് ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്നതും ഓൺലൈൻ പോലത്തെ സൈറ്റുകളിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മോഡൽ പ്രിൻ്ററിന് വരുന്ന ഇങ്കാണ് 005 സീരീസ് ഇങ്കാണ്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയും ട്രാൻസ്പോർട്ടിങ്ങിൽ അങ്ങനെ കൊണ്ട് നടക്കേണ്ടി എന്നുള്ള എല്ലാം ഉള്ളൊരു ചെറിയൊരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. കഴിയുന്നതും ട്രാൻസ്പോർട്ട് മോഡിങ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അതേപോലെ യൂസർ മാനുവലൊന്ന് നമ്മളതിലുള്ള യൂസർ മാനുവലൊന്ന് റീഡ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് ഡ്രൈവർ സൈഡിയും യൂസർ മാനുവലുള്ള എല്ലാം ഉള്ളൊരു ചെറിയൊരു കിറ്റാണ് വരുന്നത്. ഓക്കെ, യൂസർ മാനുവൽ നമുക്ക് ഒന്ന് റീഡ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ. ശേഷം നമുക്ക് ഇവിടെ ഈ പ്രിൻ്റർ പുറത്തോട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, ഈ 2 തെർമോകോൾ പീസുകൾ റിമൂവ് ചെയ്തതിന് ശേഷം പ്രിൻ്റർ പുറത്തോട്ട് വെക്കണം. ഈ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെക്കണം. ഓക്കെ, ഞാനിപ്പോൾ ബോക്സിൽ നിന്ന് പുറത്തോട്ട് എടുക്കാൻ നിൽക്കുകയാണ്. യെസ്, ബോക്സിൽ നിന്ന് പുറത്തോട്ട് എടുത്ത് ബോക്സ് ഇപ്പോൾ എംപ്റ്റി ആണ്. ഇതാണ് പ്രിൻ്റർ ഉള്ളത്. ബോക്സിൽ നിന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചതിന് ശേഷമുള്ളത് ഈ കവർ നമുക്ക് ആദ്യം ഒഴിവാക്കണം. ഓക്കെ, ഞാൻ കവർ ഒഴിവാക്കി. ഇവിടെ താഴെ ഒരു ബോക്സ് കണ്ടോ? ഈ ബോക്സിനകത്താണ് നമുക്ക് ഇങ്ക് ബോട്ടിലും അതേപോലെ USB കേബിൾ പോലത്തെ എല്ലാം ഉള്ളത്. ഇപ്പോൾ ബോക്സ് തൽക്കാലം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, കവർ ഒഴിവാക്കിയതിന് ശേഷം ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇങ്ക് ബോട്ടിലുണ്ടാവും, USB കേബിൾ, പവർ കേബിൾ, ഈ 3 പാടാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. 005 പറഞ്ഞ ഇങ്ക് സീരീസ് ആണ് ഇതിന് വരുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഇങ്കിനൊരു ചെറിയ പ്രത്യേകത ഉണ്ട്. ഈ വെള്ളം തട്ടിയാലൊന്നും മാഞ്ഞു പോകാത്തൊരു ഇങ്കാണത്. അതുകൊണ്ടാണ് അതിന് ചെറിയ റേറ്റും കൂടുതലാണ്. ആ ഇങ്ക് മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. USB കേബിൾ നമ്മൾ മാറ്റിവെച്ചു, അതേപോലെ പവർ കേബിൾ മാറ്റിവെച്ചു. ഓക്കെ, ഇനി ഈ പ്രിൻ്ററിൽ കാണുന്ന കുറേ ബ്ലൂ ടാപ്പുകൾ കാണാൻ കഴിയും, ബ്ലൂ സ്റ്റിക്കേഴ്സ്. ആ സ്റ്റിക്കർ ഫുള്ള് റിമൂവ് ചെയ്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തൊന്നും ഒരിക്കലും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ആ സ്റ്റിക്കറുകളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാമേജ് വരാത്ത രീതിയിൽ റിമൂവ് ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം നിങ്ങളോട് പറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് സൈഡിലുണ്ടാവും ഇതേപോലെ ഡ്യൂപ്ലെക്സ് യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് 2-3 സ്റ്റിക്കർ കാണാൻ കഴിയും. അപ്പോൾ അത് റിമൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ക് റീഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ഇങ്ക് റീഫിൽ ചെയ്യുന്ന സമയത്ത് ഈ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൽ കാണുന്ന അവിടെയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏത് സീരീസ് ഇങ്കാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ കഴിയും, ലെവലുകൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ബോട്ടിൽ ഓപ്പൺ ചെയ്തു. ശേഷം ടാങ്കിൻ്റെ ഈ ബ്ലൂ ടോപ്പ് ഓപ്പൺ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കുക അതിലോട്ട്. അപ്പോൾ ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇങ്കിൻ്റെ കാര്യം അതേപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. കാരണം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സിനും നോൺ ജെന്യൂൻ ഇങ്കാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അത് അവർ
ഇങ്ക് ഒഴിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ പ്രിൻറ്റിങ് ക്വാളിറ്റിയെ ബാധിക്കുന്ന സമയത്താണ് അവർ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ വരുന്ന സമയത്താണ് അവർക്ക് അറിയുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണെന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഇതിൽ ചീറ്റിങ് ചെയ്യപ്പെടാതിരിക്കാൻ മാക്സിമം നോക്കുക. നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഓതറൈസ്ഡ് ഇങ്കിന് ചോദിച്ച് വാങ്ങേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ലിങ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ബോട്ടിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് ടാങ്ക് ലോക്കാക്കിയിട്ട് ഇതേപോലെ ലോക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റ് കൊടുക്കരുത്, അതിന് ഇനിയും 2-3 പ്രോസസ്സ് കഴിയാനുണ്ട്. ഓക്കെ, ആ ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ പവർ കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം പ്രിൻ്റർ ഓൺ ചെയ്തു. പ്രിൻ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. അതിന് ശേഷം ഡിസ്പ്ലേയിൽ ചെറിയൊരു കമാൻഡ് വരുന്നതാണ്. കണ്ടില്ലേ, നമ്മൾ ലാംഗ്വേജ് ഏതാണെന്നാണ് സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റേത് ഇംഗ്ലീഷാണ്, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് കൊടുത്തു. അപ്പോൾ ഒന്ന് ലോഡിങ് ആവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് പവർ ഓഫ് ആകാൻ പാടില്ല. പ്രിൻ്റർ കറണ്ട് പോയിക്കൊണ്ട് ഒറ്റയടിക്കൊന്നും ഓഫ് ആകാൻ പാടില്ല. അപ്പോൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു UPS, കമ്പ്യൂട്ടർ UPS അല്ലെങ്കിൽ വേറെ ഇൻവെർട്ടർ പോലത്തേക്കോ ബാക്കപ്പ് സോഴ്സ് കണ്ടെത്തേണ്ടതാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു മെസ്സേജ് കാണിക്കാൻ തുടങ്ങും, സീ ദ സ്റ്റാർട്ട് ഹെയർ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമുക്കിതിലൊരു ബട്ടൺ പ്രസ് ചെയ്യാനുണ്ട്. ആ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ കമാൻഡ് വരും. അപ്പോൾ അത് ഓക്കെ എന്ന് കൊടുക്കുക, പിന്നെയും ഒരു ഓക്കെ എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാനാണ് പറയുന്നത്. അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഇതേപോലെ ഇനീഷ്യലൈസേഷൻ ചെയ്യാനുണ്ട്, അത് നടത്തട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. താഴെ കണ്ടില്ലേ, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാനാണ് പറയുന്നത്. യെസ്, ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു. ഇതൊരു 10 മിനിറ്റ് ഉണ്ടാവും. ഇതൊരു ഇങ്ക് ചാർജിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ എന്നുള്ളൊരു മെത്തേഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഡിസ്പ്ലേയിൽ കാണിക്കും ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റഡ്. ഓക്കെ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്രിൻ്റ് ഹെഡ് അലൈൻമെൻറ്റ് ചെയ്യാനാണ്, അത് അഡ്ജസ്റ്റ് ലേറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ 10 മിനിറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് ഒരിക്കലും പ്രിൻ്റർ ഓഫ് ആകാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ കോപ്പി ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ പീസ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നതിന് നമുക്കിതിൽ പേപ്പർ വെക്കണം. പേപ്പർ വെക്കേണ്ട 2 സൈഡുകളാണുള്ളത്. ഒന്ന് ഈ കാസറ്റ് ട്രേയും വരുന്നുണ്ട്, പിന്നെ റിയർ ട്രേയും വരുന്നുണ്ട്. പ്രിൻ്ററിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ട്രേ വരുന്നുണ്ട്. സിംഗിൾ അല്ലെങ്കിൽ 8 GSMൻ്റെ മുകളിലുള്ള പേപ്പറുകൾ പ്രിൻ്റ് ചെയ്യാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പിക്കപ്പ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാസറ്റ് ട്രേയിൽ ഏകദേശം 50 ഷീറ്റ് വരെ വെക്കാൻ കഴിയും. ഞാനിപ്പോൾ ഒരു 2-3 ഷീറ്റ് വെച്ചു. എന്നിട്ട് ഈ ബ്ലൂ ലിവർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ട്രേ ഉള്ളിലോട്ട് വെച്ചു. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ചെറിയ കമാൻഡ് ചോദിക്കും. നമ്മളെ പേപ്പർ സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. കാസറ്റിൽ വെച്ച പേപ്പർ സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത്. അത് A4 പ്ലെയിൻ പേപ്പർ എന്നാണെങ്കിൽ നമുക്ക് മാറ്റാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫേം കൊടുക്കുക. അല്ല ചേഞ്ചസ് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പേപ്പർ സൈസ് ഏതാണെന്നുള്ളത് കൊടുക്കുക. അതിൻ്റെ താഴെ പേപ്പർ ടൈപ്പ് ഏതാണെന്നുള്ളത് കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് നോക്കാം, അതായത് സിറോസ് എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് സ്കാനർ ഗ്ലാസ്സിൽ വെച്ചു. എന്നിട്ട് ആദ്യം നമുക്ക് ആദ്യം സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ലാസ്റ്റാണ് USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ മാത്രമേ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്താ ബ്ലാങ്ക് പേജ്? ഞാൻ ഡോക്യുമെൻ്റ് തിരിച്ചാണ് വെച്ചത്, അതുകൊണ്ടാണ് ബ്ലാങ്ക് പേജ് വന്നത്. അപ്പോൾ വീണ്ടും ഞാൻ സ്കാനിങ് കൊടുത്തു. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, കണ്ടില്ലേ? അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത ഫസ്റ്റ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.